നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ റോഡെന്ന ഖ്യാതിയുള്ള കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങി. ഒക്ടോബർ 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 27-ന് പകൽ 5-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. പന്നിത്തടത്ത് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ഇത് കടന്നുപോകുന്ന 4 പഞ്ചായത്തുകൾ കൂടിയാണ്. ഓർക്കുളം, ചൊവ്വന്നൂർ, കടങ്ങോട്, തൂണ്ടൽ പഞ്ചായത്ത് 2 നിയോജകമണ്ഡലങ്ങളിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ആ പരിപാടി 27-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടി നല്ല ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കാനാണ് നമ്മളിന്നിവിടെ ചേർന്നിട്ടുള്ളത്. സംഘാടക സമിതി തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ച് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ EI സജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാമകൃഷ്ണൻ, മീന സാജൻ, രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരപ്രദേശത്തെ ഗതാഗത തിരക്ക് കുറയ്ക്കുകയും തൃശൂരിൽ നിന്ന് കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുന്നതിനായി നടപ്പാക്കിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. കിഫ്ബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പിലാക്കിയിരിക്കുന്നത്. BMBC ടാറിംഗ് ഉൾപ്പെടെ IRC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1.90 കിലോമീറ്റർ നീളത്തിൽ വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ചുള്ള ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം ജംഗ്ഷനിൽ 19.39 ലക്ഷം രൂപ ചെലവിൽ കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ പരിഗണിച്ച് ഈ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയതോടൊപ്പം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി യെല്ലോ ബോക്സ് മാർക്കിംഗ് എന്നറിയപ്പെടുന്ന റോഡ് മാർക്കിംഗും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യമായാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതിയുടെ ആകെ ചെലവ് 48.59 കോടിയിൽ നിന്നും 54.61 കോടിയായി ഉയർത്തുകയും ചെയ്തു. പഴഞ്ഞി കോട്ടോൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കു നേരെ ഗുണ്ടാക്രമണം. മെയിൽ നഴ്സ് ഫൈസൽ, ആംബുലൻസിലെ ജീവനക്കാരി അശ്വിനി, ആശുപത്രി അറ്റൻഡർ അനിതകുമാരി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. അച്ഛനെ ചികിത്സിക്കാനായി എത്തിയ അയ്യൂർ സ്വദേശിയായ യുവാവും ഇയാൾക്കൊപ്പം എത്തിയ 2 യുവാക്കളുമാണ് ആക്രമണം നടത്തിയത്. അക്രമികൾ മെയിൽ നഴ്സിന്റെ ഫോൺ പിടിച്ചുവാങ്ങി ഓടി രക്ഷപ്പെട്ടതായും പറയുന്നു. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളാർക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. വെള്ളാർക്കാട് ചിറമനങ്ങാട് സ്വദേശി പൊള്ളൻതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചതെന്ന് FIR-ൽ പറയുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം സംസ്കാരം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷൻ നടത്തുന്നതിനിടെ ഇല്യാസ് മരിച്ചത്. ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിനുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് സഹോദരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിക്കെതിരെ കേസെടുത്തത്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട ചെറുമനങ്ങാട് സ്വദേശി ഇല്യാസിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട് ചെറുമനങ്ങാട് പൗരാവലി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അയ്യൂബ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ്സിന്റെ ഉദ്ഘാടനം ഗിന്നസ് സത്താർ ആദൂർ നിർവഹിച്ചു. ഇല്യാസ് കുടുംബസഹായ സമിതി ചെയർമാൻ MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഷറഫു പന്നിത്തടം, പ്രകാശൻ പേങ്ങാട്ടുപാറ, അഷ്റഫ് യാവുട്ടി ചെറുമനങ്ങാട്, സലീം പഴുന്നാന, സാബിർ ഖാസിമി, MM ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. ജസീർ ചെറുമനങ്ങാട് സ്വാഗതവും MM അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു.
സംവിധാനം പ്രവർത്തിക്കാത്ത ഒരു വെന്റിലേറ്റർ സംവിധാനവും അതേപോലെ തന്നെ ഓക്സിജൻ നൽകാനുള്ള ഒരു സംവിധാനവും ഇല്ലാതെ ഈ ആശുപത്രിയിലെ ഈ മുതലാളിമാരും ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടേക്ക് വരുന്ന രോഗികളെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഇത് നാട്ടുകാരുടെ പ്രതിഷേധമാണ്. ഇട്ടിമാണി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ബന്ധപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ AK അഖിൽ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ KU ഗോപകുമാർ, MR രജീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം കാർ വർക്ക്ഷോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. അപകടം കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വീണ് യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. വിരുപ്പാക്ക അമരവളപ്പിൽ വീട്ടിൽ നിതീഷ്, പഴയന്നൂർ തോണിക്കടവ് വീട്ടിൽ അക്ഷയ്, ചേലക്കര വട്ടപ്പറമ്പിൽ വീട്ടിൽ ആഷി എന്നിവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപാറും പോരാട്ടത്തിൽ കായിക മാമാങ്കം. മൂന്ന് ദിവസമായി കുന്നംകുളത്ത് നടന്നുവരുന്ന തൃശൂർ ജില്ലാ കായികമേള സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒന്നാമതെത്തിയ ചാലക്കുടിയെ വീണ്ടും പിന്നിലാക്കി പോയിന്റ് നിലയിൽ തൃശൂർ ഈസ്റ്റ് മുന്നിലെത്തി. 144 പോയിന്റാണ് നിലവിൽ ഈസ്റ്റ് ഉപജില്ലയ്ക്കുള്ളത്. ചാലക്കുടി 128 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ചാവക്കാട് ഉപജില്ല 93 പോയിന്റോടെ മൂന്നാം സ്ഥാനത്തുമാണ്. ആതിഥേയരായ കുന്നംകുളം 63.5 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ HSS 6 സ്വർണം, 8 വെള്ളി, 7 വെങ്കലം എന്നിവ നേടി 61 പോയിന്റോടെ ഒന്നാമതും മാള ഉപജില്ലയിലെ ആളൂർ RMHS 48 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുമാണ്. മൂന്നാം സ്ഥാനത്ത് തൃശൂർ ഈസ്റ്റിലെ കാൽഡിയൻ സിറിയൻ സ്കൂളാണ്. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള ഓട്ടമത്സരത്തിൽ PPN ഇരട്ട സ്വർണം സ്വന്തമാക്കി. 3000 മീറ്റർ, 1500 മീറ്റർ ജൂനിയർ ഗേൾസ് ഓട്ടമത്സരത്തിലാണ് ആൻ സ്വർണം നേടിയത്. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 800 മീറ്റർ ഓട്ടത്തിൽ രണ്ടാം സ്ഥാനവും നേടി. 4 വർഷത്തോളമായി കായികാധ്യാപകൻ TV ആൻഡോയുടെ കീഴിലായിരുന്നു പരിശീലനം. പറവട്ടാനി പുളിക്കൽ വീട്ടിൽ പ്രശാന്ത് ആന്റണി ശാരിക ദമ്പതികളുടെ മകളാണ്. ഹഡിൽസിലും റിലേയിലും TV റോസ്മോൾക്ക് ഇരട്ട സ്വർണം. സീനിയർ ഗേൾസ് വിഭാഗം 400 മീറ്റർ ഹഡിൽസിലും 100 മീറ്റർ റിലേയിലുമാണ് സ്വർണം. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് റോസ്മോൾ. 5 വർഷമായി കായികാധ്യാപകൻ TV ആൻഡോയുടെ കീഴിലായിരുന്നു പരിശീലനം. ഒല്ലൂർക്കര താണിക്കൽ വീട്ടിൽ ബിനോയ് ദിവ്യ ദമ്പതികളുടെ മകളാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ സിന്തറ്റിക് ട്രാക്കിൽ നടന്നുവരുന്ന തൃശൂർ ജില്ലാ റവന്യൂ കായികമേള MLA AC മൊയ്തീൻ സന്ദർശിച്ചു. കായികമേളയുടെ 2ാം ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാന തലത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച കുന്നംകുളം സ്പോർട്സ് ഡിവിഷനിലെ കായിക താരങ്ങളെ MLA നേരിൽ കണ്ട് അഭിനന്ദിച്ചു. ചാവക്കാട് DEO T രാധ, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ PM ശ്രീനേഷ് എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ഗേൾസ് അണ്ടർ 17 43 കിലോഗ്രാം താഴെയുള്ള വിഭാഗത്തിൽ എരുമപ്പെട്ടി സ്വദേശി സാന്ദ്ര ഐറിൻ വെള്ളി മെഡൽ കരസ്ഥമാക്കി. എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ പരിശീലന പദ്ധതി ഭാവരസയുടെ 2ാം ഭാഗത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് കലാ നിർവാഹക സമിതി അംഗവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായിരുന്ന MK ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി.
കലാ സെക്രട്ടറി TV ജോൺസൺ, ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ഗംഭീരമായിട്ട് ചെറിയ സമയമുള്ളൂവെങ്കിലും വളരെ മനോഹരമായിട്ടും അതിഗംഭീരമായിട്ടും ഞാനൊക്കെ അതിശയിക്കുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 20ഓളം നാടക പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി ഈ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ 2ാം ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലൈക്കുഴു, കുനമുച്ചി കല എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് അഭിനയ പരിശീലന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ബാദൽ സർക്കാർ അവാർഡ് ജേതാവായ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രളയനാണ് ഭാവരസ ചാപ്റ്റർ 2ന് നേതൃത്വം നൽകുന്നത്. ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ 20ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. കുന്നംകുളത്ത് INTUC രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ജോർജ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന്റെ 50ാം വർഷത്തിൽ ആർത്താറ്റ് പള്ളി സെമിത്തേരിയിൽ രക്തസാക്ഷികളുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC സംസ്ഥാന സമിതി അംഗം KC ബാബു അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പും തൃത്താല ബ്ലോക്കും സംയുക്തമായി കിസാൻ മേള സംഘടിപ്പിച്ചു. കൂറ്റനാട് ഫാം നെറ്റിൽ നടക്കുന്ന കിസാൻ മേളയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന നിർവഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു. തൃത്താല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ പദ്ധതി വിശദീകരണം നടത്തി. ചാലിശ്ശേരി കൃഷിഭവനിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ചു പോകുന്ന കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. നെൽകൃഷിയിലെ നൂതന സൂക്ഷ്മവള പ്രയോഗങ്ങൾ, കീടപ്രതിരോധ മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് കൃഷി വിദഗ്ധരായ അമലും ബിജോയും ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഒരുക്കിയ മേള ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ ഒക്ടോബർ 24-25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റം ഒക്ടോബർ 19 ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കു ശേഷം നടക്കും. ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട് പെരുന്നാൾ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിക്കും. 24-ാം തീയതി ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് യൂത്ത് ലീഗ്, സൺഡേ സ്കൂൾ, വനിതാ സമാജം എന്നിവയുടെ സംയുക്തമായ വിളംബര ഘോഷയാത്രയും വൈകിട്ട് 7 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും നടക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും കൈമുത്തും ഉണ്ടായിരിക്കും. രാത്രി 9 മണിക്ക് ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ അണിനിരക്കുന്ന വിവിധ ദേശക്കാരുടെ പെരുന്നാൾ ആരംഭിക്കും. 25-ാം തീയതി രാവിലെ 8 മണിക്ക് സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് വിവിധ ദേശക്കാരുടെ പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് 4 മണിക്ക് പള്ളിയിലെത്തിച്ചേരും. തുടർന്ന് പള്ളിയങ്കണത്തിൽ ഗജവീരൻ അണിനിരക്കുന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. 5 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്ത്തും പൊതുസദ്യയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങളായ KC ഷൈൻ, PK ബിജു, മീഡിയ കൺവീനർ ബെന്നി ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. RSSനെതിരെ കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിന്റെ മറവിൽ RSS ശാഖയിൽ നടന്ന ബാലപീഡനമാണിതെന്നും സമഗ്രാന്വേഷണം വേണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന ജാഗ്രതാ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. KG പ്രജീഷ്, DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ട്രഷറർ TM ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ അമ്പാടിയിലെ കണ്ണനെ അല്ല അവിടെ സൃഷ്ടിക്കുന്നത്, അവിടെ ദുശാസനന്മാരെ സൃഷ്ടിക്കുന്നു. വസ്ത്രാക്ഷേപം നടത്തുന്ന ദുശാസനന്മാരെയാണ്, ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഭീകരന്മാരെയാണ്, അവിടെ രാവണന്മാരെയാണ് RSS സൃഷ്ടിക്കുന്നത് എന്നാണ് അനന്തുവിന്റെ
വീഡിയോയിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണ വിഷയത്തിൽ മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം തികച്ചും അസംബന്ധമെന്ന് ഗുരുവായൂർ എം.എൽ.എ. എൻ.കെ. അക്ബർ പറഞ്ഞു. 2019 വി.എൻ. വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്നു. അന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവാത്ത ആൾ ഇന്ന് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഉളുപ്പില്ലായ്മയാണ് കാണുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. ബാലഗോകുലത്തിന്റെ മറവിൽ RSS അനന്തു അജിയെ കൊന്നതാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലും വലിയ ഒരു അസംബന്ധം മുദ്രാവാക്യമായി സ്വീകരിച്ച് ജാഥ നടത്താൻ കോൺഗ്രസിനല്ലാതെ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഉളുപ്പുണ്ടാവും? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാകുമോ? കോട്ടയം ജില്ലാ സെക്രട്ടറി രാജിവെക്കണം എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ 2025 ഒക്ടോബർ മാസത്തിൽ ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഖാദർ ഏതെങ്കിലും ഒരു ഭരണപരമായ ചുമതല വഹിക്കുന്നുണ്ടെന്ന് കൂട്ടുക. ആ സമയത്ത് അബ്ദുൽ ഖാദർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്ന പോലെയല്ലേ ഇത്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 2019 വാസവൻ രാജിവെക്കണം എന്ന് പറയുക. ബാലഗോകുലത്തിന്റെ മറവിൽ RSS ശാഖയിലെ ബാലപീഡനത്തിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ജാഗ്രതാ സദസ്സ് നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AM ഷിനോസ്, ജില്ലാ കമ്മിറ്റി അംഗം അഖില മുകേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഹസൻ കലുമ്പുറം, അഭിജിത്ത് കല്ലഴി, മേഖലാ സെക്രട്ടറി VS ലെനിൻ എന്നിവർ സംസാരിച്ചു. പുന്നത്തൂർ കോട്ടപ്പടി അങ്ങാടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം N.K. അക്ബർ MLA നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഓവർസിയർ VA ആകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ 32, 35, 36 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോട്ടപ്പടി പള്ളി പുന്നത്തൂർ റോഡിനെ 52.70 ലക്ഷം രൂപ അടങ്കൽ തുക ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, മുൻ വൈസ് ചെയർമാൻ KP വിനോദ് എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ ബിബിത മോഹനൻ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് നന്ദിയും പറഞ്ഞു. ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലുള്ള JKS ഷോട്ടോ ജൂക്കു ഇന്ത്യ കരാത്തേയുടെ കേരളത്തിലെ സെൻട്രൽ സോൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച കുന്നംകുളത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഷോട്ടോ ജൂക്കു ഇന്ത്യ ടെക്നിക്കൽ ഡയറക്ടർ T. സുദീപ് സിറിയക്കിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയാകും. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ, ഷോട്ടോ ജൂക്കു ഇന്ത്യ പ്രസിഡന്റ് വിജയൻ, സെക്രട്ടറി ബിനുകുമാർ എന്നിവർ സംബന്ധിക്കും. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് JKS ഇന്ത്യയുടെ ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുക്കാം. ദേശീയതല മത്സരത്തിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികളെ 2026 ഓഗസ്റ്റിൽ ബ്രസീലിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കും. വാർത്താസമ്മേളനത്തിൽ KS ദിലീപ്, PI നെൽസൺ, PK സുനിൽ, KR രാജേഷ് എന്നിവർ പങ്കെടുത്തു. തൊഴിയൂർ CMUP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന അടുക്കളയുടെ തറക്കല്ലിടൽ N.K. അക്ബർ MLA നിർവഹിച്ചു. MLAയുടെ SDF ഫണ്ടിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 303 ചതുരശ്ര അടിയുള്ള അടുക്കള നിർമ്മിക്കുന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ മെത്രോപൊലിത്ത സിറിൽ മാർ ബസേലിയോസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ, MISC കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി, OSA സെക്രട്ടറി MV ഉല്ലാസ്, ചാവക്കാട് NMO ജിൻസ് ലാസറസ്, PTA പ്രസിഡന്റ് T. രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനയൂർ പഞ്ചായത്തിൽ 5 വർഷത്തെ വികസന നേട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് വികസന സദസ്സ് നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ N.K. അക്ബർ MLA ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയ കബീർ മുഹമ്മദ് അലി, നബീസുകുട്ടി, അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണ മേനോൻ, ഉമ്മർകോയ ഹാജി എന്നിവരെയും നെഹ്റു ട്രോഫി വള്ളം കളിയിൽ പങ്കെടുത്ത സൺറൈസ് ക്ലബ്ബ് അംഗങ്ങളെയും ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യൂമു, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി,
പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ വിഭാഗം തൃശൂരും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. സൗജന്യ മെഡിക്കൽ പരിശോധന, രക്തപരിശോധന, രക്തസമ്മർദ്ദം, ശ്വാസകോശ പരിശോധന, ത്വക്ക് പരിശോധന, ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയുടെ നിർദ്ദേശപ്രകാരം അരിയന്നൂർ, നമ്പഴിക്കാട് കേന്ദ്രങ്ങളിൽ രാത്രി 7 മണി മുതൽ 9:30 വരെ നടന്ന ക്യാമ്പിന് തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകരായ KS വിതുല, നെഹ്മിയ ഡെന്നി, റജി മെക്കാർട്ടിൽ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ബിഞ്ചു ജേക്കബ്, PL ബിജു, TS ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംയുക്ത സമരവേദിയായ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് FSETO കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പഴയ സ്റ്റാൻഡിൽ KSTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫെർഡി ഉദ്ഘാടനം ചെയ്തു. KGOA ഏരിയ സെക്രട്ടറി ജ്യോതിരാജ് അധ്യക്ഷനായി. NGOU ജില്ലാ കമ്മിറ്റി അംഗം ആനന്ദ്, KSDA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയറാം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2024 വർഷത്തെ കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം ഒക്ടോബർ 19 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6:30 ക്ഷേത്രാങ്കണത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കലാകാരന്മാർ അരങ്ങേറ്റം കുറിക്കും. പ്രശസ്ത മദ്ദള കലാകാരനും കലാമണ്ഡലത്തിലെ മദ്ദള മേധാവിയുമായിരുന്ന കലാമണ്ഡലം കുട്ടിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും ക്ഷേത്രം ഭാരവാഹികളും വിവിധ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കും. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് V ക്ലാസ് എടുത്തു. സ്കിറ്റും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 192 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.